എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വളരെ പ്രധാനമുള്ള ഒരു ഡെസിഷൻ നമ്മുടെ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. ഒരു വാക്സിനേഷനിലൊരു വ്യത്യാസം, ഒരു പുതിയ വാക്സിനേഷൻ കൊണ്ടുവന്നു. എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡെത്ത് നടക്കുന്ന ഒരു കണ്ടീഷനാണ് സർവൈക്കൽ ക്യാൻസർ. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കോമണസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസറാണ്. സർവൈക്കൽ ക്യാൻസർ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് സർവൈക്കൽ ക്യാൻസർ. സർവൈക്കൽ ക്യാൻസർ എന്ന് ഗർഭാശയ മുഖത്തുണ്ടാകുന്ന, യൂട്രസിൻ്റെ താഴ്ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ. അവിടെ ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസാണ്. അപ്പം പണ്ട് ഞാൻ എനിക്ക് നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ പ്രിവെൻറ്റബിൾ ഒരു ക്യാൻസറാണ്. കാരണം അതിന് വാക്സിൻ അവൈലബിൾ ആണ്, പല രാജ്യങ്ങളിലും അവൈലബിൾ ആണ്, ഇന്ത്യയിലും അവൈലബിൾ ആണ്. ആ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ HPV വൈറസിനെ ഒരു പരിധിവരെ തടയാനും ആ ക്യാൻസർ വരുന്നത് തടയാനും സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ HPV വാക്സിൻ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. എനിക്കൊന്ന് 10,000 ആയ സമയത്തായിരുന്നു എൻ്റെ വൈഫൊക്കെ എടുത്തിരുന്നത്. പിന്നെ 6,000 ആയി. ഇപ്പം 8,000 6,000 റുപ്പീസിലൊക്കെയാണ് നിന്നത്. അപ്പോൾ ആ വാക്സിനാണ് നാരി ശക്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് വാക്സിൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും അത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കാനും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ഒരു അവസരം. ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്കീമിനെ കുറിച്ച് പറയാം. അത് ഒരു 3 മാസത്തേക്ക് ഒരു വൈഡ് സ്പ്രെഡായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. പെൺകുട്ടികൾ 14 വയസ്സിലുള്ള പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് 14 വയസ്സ് പൂർത്തിയാക്കിയവരുടെ ബർത്ത്ഡേ കഴിഞ്ഞ് വരും, 15 ബർത്ത്ഡേക്ക് മുന്നേ ഉള്ളവർ, ആ ഒരു വർഷം പ്രായമുള്ള കുട്ടികളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് ഈ വാക്സിൻ എടുക്കാൻ സാധിക്കും. സിംഗിൾ ഡോസ് വാക്സിനാണ്. ഈ വാക്സിൻ ഷെഡ്യൂളിൽ ഓൾമോസ്റ്റ് ഒരു 194 160 രാജ്യങ്ങളിലും ഈ വാക്സിൻ അവരുടെ വാക്സിൻ ഷെഡ്യൂളിൽ ഉള്ളതാണ്. അതിൽ തന്നെ 90 രാജ്യങ്ങളിലും സിംഗിൾ ഡോസ് ഷെഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഷെഡ്യൂളാണ് നമ്മുടെ നാട്ടിലും നമ്മളും ഫോളോ ചെയ്യുന്നത്. അതായത് ഒരൊറ്റ സിംഗിൾ ഡോസ് ഗാർഡാസിൽ എന്ന് പറഞ്ഞൊരു വാക്സിനാണ്. അത് 4 വൈറസിനെതിരെ HPV 16ഉം 18ഉം ആണ് നമ്മുടെ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒപ്പം 6ഉം 11ഉം അവരും പാപ്പിലോമ വൈറസ്, അവരും പാപ്പിലോമ തുടങ്ങിയുള്ള ഡിസീസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 6, 11, 16, 18 ഈ 4നെയും പ്രതിരോധിക്കുന്ന വാക്സിനാണ് ഗാർഡാസിൽ. അതാണ് നമ്മൾ സിംഗിൾ ഡോസായിട്ട് കൊടുക്കുന്നത്. അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്, ഏത് മാസമാണ് കൊടുക്കുന്നത്? മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസം നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന് പോയി ഇതെടുക്കാവുന്നതാണ്. അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള 3 മാസം 14 ഇയേഴ്സിനെ ടാർഗറ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ വാക്സിനേഷൻ ഷെഡ്യൂൾ വരുന്നത്. പിന്നെ ഇത് എവിടെയാണ് എടുക്കുന്നത്? നമ്മുടെ കയ്യിലാണ്, ഇടത് കയ്യിൽ ഇൻട്രാമസ്കുലാറിൽ എടുക്കുന്നതാണ്. 0.5 ml. ഒരു ചെറിയ ഒരു സൂചി കുത്തുന്നതിലെ ഉറുമ്പ് അടിക്കുന്ന പെയിൻ നമ്മൾ പറയുന്ന പോലെ അത്രയും തന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഇത് ആർക്കൊക്കെ ഒഴിവാക്കണം? ഇത് ഒഴിവാക്കേണ്ടത് നല്ലൊരു ഇൽനെസ്സിൽ കിടക്കുന്ന, ഒരു നല്ല സിവിയർ ഇൽനെസ് അല്ലെങ്കിൽ മോഡറേറ്റ് ഇൽനെസ്, എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു ഹോസ്പിറ്റലൈസ് കിടക്കുന്ന ഒരു കുട്ടി, അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കുട്ടി കഴിവതും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. 2 ഇതാണ് ഒഴിവാക്കുന്നത്. ഓൾറെഡി വാക്സിൻ കിട്ടിയ ആൾക്കാർ ഇത് ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലല്ലാത്തവർ ഇത് ഒഴിവാക്കേണ്ടതാണ്. അലർജി റിയാക്ഷൻ, ഈ വാക്സിനോടെല്ലാം നേരത്തെ അലർജി ഉള്ളവർ ഇത് കഴിവതും ഒഴിവാക്കുക. ഈസ്റ്റിനോട് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കുക. ഈ പറഞ്ഞ ആൾക്കാരാണ് ഇത് ഒഴിവാക്കേണ്ട ആൾക്കാർ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ക്യാമ്പയിനിൽ പങ്കാളികളാവുക, ഈ ഒരു അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ പെൺകുട്ടികളെ ഒരു വലിയൊരു കാര്യമല്ലേ, ഒരു ക്യാൻസർ വരുന്നത് തടയുന്നതിൻ്റെ അത്രയും മനോഹരമായൊരു കാര്യം, വളരെ മനോഹരമായൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുവാൻ, അതിൽ പങ്കാളിയാവാൻ സഹായിക്കാൻ നിങ്ങളുടെ കൺസെൻറ്റും വേണം. ഇതിൻ്റെ അത് ഒരു പേരൻ്റൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടി ഇതെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കൺസെൻറ്റ് കൊടുത്ത് കുട്ടിക്ക് ഈ വാക്സിൻ കൊടുക്കുക. താങ്ക് യു സോ മച്ച്.